ഫക്രുദ്ദീൻ ഒരു വളരെ കൃത്യമായ പദ്ധതിയുമായി നീങ്ങിയതാണ് സംഘപരിവാർ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ തന്നെ. എന്തായിരിക്കും ഇനി അങ്ങോട്ട് പദ്ധതി? അല്ല, ഇനിയിപ്പം സ്വാഭാവികമായിട്ട് ഈ രീതിയിൽ ഇടപെടൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വളരെ ജെഎൻയുയുടെ അറ്റ്മോസ്ഫിയറിന് തുല്യമായ രീതിയാണ് കേരളത്തിലൊക്കെ അവർ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയുള്ള പ്രശ്നാധിഷ്ഠിതമായ സമീപനങ്ങൾ ഡിബേറ്റഡ് ആ വഴിയിലേക്ക് ഇവർ പോകേണ്ടതായിരിക്കും. അതിലിപ്പോൾ മോസിം 1-2 കാര്യങ്ങൾ മറുപടി പറയുന്നത്. ഒന്ന്, മോസിം ഞാൻ പറഞ്ഞത് വളരെ സിസ്റ്റമാറ്റിക് പോയിന്റുകളാണ്, വ്യക്തിപരമായ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. മോസിൻ ഇങ്ങോട്ട് വ്യക്തിപരമായി ആക്രമിച്ചത് ആ പോയിന്റുകൾക്ക് മറുപടി പറയാൻ പറ്റാത്തതാണ്. ഒന്നാമത് ഞാനിവിടെ എത്തിയില്ല. കേരളത്തിലെ മുക്കിലും പോലെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആരും അല്ലാതെ എന്നെ എല്ലാവർക്കും അറിയാം. രണ്ടാമത് കാര്യം, ഞാൻ ഈ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞോടെ പിന്നെ പോലീസ് ടെസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടെസ്റ്റ് പാസ്സായ ആളാണ്. എനിക്ക് റിസർച്ചും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയത്. മൂന്നാമത്തെ കാര്യം, സീറ്റ് വിൽക്കുന്ന എന്ന് പേര് കേട്ട ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ട് എന്നെ പോലുള്ള അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സാമുദായിക നേതാവിന്റെ ഒരു മതമൗലികവാദിയുടെ മുന്നിൽ മുട്ടുമടങ്ങാത്ത ആളാണ് മുഹമ്മദ് മുഹസിൻ. ഇല്ല, മുഹമ്മദ് മുഹസിൻ ചർച്ചയിൽ നിന്ന് ഒഴിവായ സ്ഥിതിക്ക് ഇനി നമുക്ക് മറുപടി വ്യക്തമായി കഴിഞ്ഞു എന്ന് കരുതുന്നു. എന്തായാലും അതിലേക്ക് നമ്മൾ കൂടുതൽ പറയണില്ല. വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അല്ല ഞാൻ ചോദിച്ചോട്ടെ ബാസിദ്, എങ്ങനെയാണ് ചുരുങ്ങിയ വാക്കുകളിൽ അവിടെ ഇനി അങ്ങോട്ട് സംഘപരിവാറിന്റെ ഇടപെടലിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സംഘപരിവാർ വളരെ കൂടുതൽ ശക്തമായിട്ട് ജെഎൻയുവിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കൃത്യമായിട്ട് എല്ലാ ജെഎൻയുവിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ എല്ലാ സമയത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അനുവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ജെഎൻയുവിൽ നിന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, മാത്യു സാറിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് RSS നിയന്ത്രിക്കുന്ന ഒരു പാവ എന്നുള്ള നിലക്ക് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു VC ഉള്ള അവസ്ഥയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസം തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന SFI ഐസ അലയൻസ് അല്ലെങ്കിൽ ലെഫ്റ്റ് അലയൻസിൻ്റെ ഇടതുപക്ഷ അലയൻസിന്റെ യൂണിയനും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവും ശരിയായ രീതിയിലല്ല എന്ന് വിലയിരുത്തുമോ ABVP ഒപ്പം സംഘപരിവാർ? അതോ ഇത് ഈ നിലയ്ക്ക് തന്നെയുള്ള ഇടപെടലുമായി മുന്നേറുമോ? അല്ല, ഒന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊന്നും ABVPയോ അങ്ങനെയുള്ള സംഘപരിവാറിന്റെ ഇടപെടലൊന്നും നടത്തുന്നില്ല. അത് വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ ഉന്നയിച്ചതേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയമായി ABVP ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ആ രാജ്യ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള പരിപാടികൾ, ഇതിൽ നിന്നും എന്ത് കാരണവശാലും 1-2 വോട്ടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ മാറിപ്പോകുന്ന പ്രശ്നമില്ല. കനയ്യകുമാറിനെ പോലുള്ള ആളുകൾ ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് വന്നാൽ ഒരു തരത്തിലും മാറി നിൽക്കാതെ തന്നെ ആ പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കൂടുതൽ മുന്നേറ്റം അങ്ങനെയാണെങ്കിൽ മൊത്തം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരില്ലേ? അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഫക്രുദ്ദീൻ അലി, മനു പ്രസാദ്, ബാസിദ്, മുഹമ്മദ് മുഹസിൻ, മാത്യു കുഴൽ നടന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.